ദ ഡിന്നർ ആഫ്റ്റർ എന്ന ഷോർട്ട് ഫിലിമിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം ഒരു വീടാണ് കാണിക്കുന്നത്. ആ വീട്ടിലേക്ക് ഒരു സ്ത്രീ വരുന്നു. അവളുടെ പേരാണ് ആഞ്ചല. അവൾ വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുന്നു. അങ്ങനെ അവളുടെ അമ്മ വന്ന് വാതിൽ തുറക്കുന്നു. അവളെ കണ്ടതും അവർ അതീവ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ അമ്മ ഭർത്താവിനെ വിളിച്ചു പറയുന്നു, ദേ ആഞ്ചല വന്നേക്കുന്നു, ഇങ്ങോട്ട് വരൂ. പുറത്തു തന്നെ നിൽക്കുന്ന ആഞ്ചലയോട് അകത്തേക്ക് കയറുമോളെ എന്ന് അമ്മ പറയുന്നു. അവൾ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറയുന്നു, നീ വന്ന സമയം കറക്റ്റാണ്, ഡിന്നർ റെഡി ആയിട്ടുണ്ട്, ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീട്ടിൽ വന്ന ആഞ്ചല ഒരു അപരിചിതയെ പോലെയാണ് വീടിനുള്ളിൽ എല്ലാം നോക്കി കാണുന്നത്. അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ മോളെ എന്ന്. അതെ അമ്മേ, ഞാൻ ഓക്കെയാണ് എന്ന് ആഞ്ചല പറയുന്നു. അപ്പോൾ അച്ഛൻ മുകളിൽ നിന്നും വരുന്നു. ഹായ് മോളെ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അച്ഛൻ മുകളിലത്തെ റൂമിൽ നിന്നും വരുന്നു. ഹായ് അച്ഛ എന്ന് ആഞ്ചല പറയുന്നു. കൊച്ചുമോൾ എന്ത് ചെയ്യുന്നു എന്ന് അച്ഛൻ ചോദിക്കുന്നു. അവൾ ഹാപ്പി ആയിരിക്കുന്നു അച്ഛ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമാണോ? അതെ മോളെ, ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഒരു നിമിഷം ഞങ്ങൾ ചിന്തിച്ചു നീ വരില്ലെന്ന്. ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു നിങ്ങൾ വിഷമിക്കുമെന്ന്. ഐ ആം സോറി. നോ, ഡോണ്ട് സേ സോറി, ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾക്ക് മനസ്സിലാകും നിൻ്റെ സിറ്റുവേഷൻ. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാം ശരിയാകും. നമ്മൾക്ക് ഈ സംസാരം ഇപ്പോൾ വേണ്ട എന്ന് ആഞ്ചല പറയുന്നു. ശരിയാണ് മോളെ, ഞങ്ങൾക്ക് മനസ്സിലായി. ആഞ്ചല ചെറുതായി നെടുവീർപ്പിടുന്നു. പിന്നീട് അവൾ ഡിന്നർ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഒരു വൈൻ ബോട്ടിൽ പൊട്ടിച്ച് അവളുടെ ഗ്ലാസ്സിൽ ഒഴിക്കുന്നു. അച്ഛൻ പറയുന്നു, നിനക്കറിയാമോ, നിന്റെ അമ്മയും ഞാനും ഒരു കുപ്പി എപ്പോഴും മാറ്റിവെക്കും ഇതുപോലുള്ള നിമിഷങ്ങളിൽ എടുക്കാനായി. അവൾ വൈൻ കുടിച്ച ശേഷം ഗ്ലാസ് ടേബിളിൽ വയ്ക്കുന്നു. ടേബിളിൽ വച്ചപ്പോൾ വൈൻ സ്പ്രെഡ് ആവുന്നതായി അവൾക്ക് തോന്നുന്നു. പിന്നീട് അച്ഛൻ വന്നിട്ട് അവളെ ലോറ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അവൾ പറയുന്നു, ഞാൻ ലോറയല്ല, അഞ്ജലയാണെന്ന്. പെട്ടെന്ന് അമ്മ ഡിന്നർ റെഡിയായി എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ അച്ഛൻ ഫുഡിൻ്റെ നല്ല മണം വരുന്നുണ്ട് എന്ന് പറയുന്നു. അമ്മ പറയുന്നു, ശരിയാണ്, നമുക്ക് പ്രതീക്ഷിക്കാം, ഫുഡിൻ്റെ മണം പോലെ തന്നെ ഫുഡിനും ടേസ്റ്റ് ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ ഇന്നാ നിൻ്റെ ഇഷ്ടഭക്ഷണം. ആഞ്ചൽ കുറച്ചു നേരം ഭക്ഷണം നോക്കി തന്നെ ഇരിക്കുന്നു. ഇത് കണ്ട അമ്മ, നീ ഓക്കെ അല്ലേ മോളെ? യെസ് അമ്മ, ഐ ആം ഫൈൻ. അപ്പോൾ അമ്മ ചോദിക്കുവാണ്, നീ ഫുഡ് തൊട്ടതുപോലുമില്ലല്ലോ. അച്ഛൻ പറയുന്നു, സാധാരണ നീ പ്ലേറ്റ് ടച്ച് ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ തീർന്നിട്ടുണ്ടാവുമെന്ന്. നീ ഏതോ പേടി സ്വപ്നം കണ്ടതുപോലെയാണല്ലോ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട റോസ്റ്റ് ചിക്കൻ ഉണ്ട്, അത് കഴിക്കൂ. അപ്പോൾ അഞ്ജല പറയുന്നു, ഞാൻ വെജിറ്റേറിയനാണ്. അമ്മ ചോദിക്കുന്നു, എപ്പോൾ മുതലാണ് നീ വെജിറ്റേറിയൻ ആയത്? എപ്പോഴും ഞാൻ വെജിറ്റേറിയൻ ആണമ്മേ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിനക്കെങ്ങനെ വെജിറ്റേറിയൻ ആവാൻ കഴിയും? നിനക്ക് റോസ്റ്റ് ചിക്കൻ ഇഷ്ടമല്ലേ? ഇല്ല, എനിക്കിഷ്ടമല്ല റോസ്റ്റ് ചിക്കൻ. ഉറപ്പാണോ മോളെ? ഉറപ്പായും എനിക്കിഷ്ടമല്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഉറപ്പായും എനിക്കറിയാം എൻ്റെ മോളുടെ ഇഷ്ടഭക്ഷണം ഏതാണെന്ന്. പെട്ടെന്ന് ദേഷ്യം വന്ന അഞ്ജല ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് പറയുന്നു, ഇത് എൻ്റെ ഇഷ്ടഭക്ഷണം അല്ല എന്ന്. സാരമില്ല, ഞാൻ ചിക്കൻ്റെ സൈഡിലുള്ള വെജിറ്റബിൾ കഴിച്ചുകൊള്ളാം എന്ന് അവൾ പറയുന്നു. ഇതൊരു വലിയ വിഷയമൊന്നുമല്ലല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. ഡാഡി, അച്ഛനും അമ്മയും എന്തോ സംശയത്തോടെ യെസ് പറയുന്നു. അങ്ങനെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനിടയ്ക്ക് അച്ഛൻ പിന്നെയും ലോറ എന്ന് വിളിച്ച് സംസാരം തുടങ്ങുന്നു. അവൾക്ക് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, മൈ നെയിം ഈസ് ആഞ്ചല. അപ്പോൾ അവളെ നോക്കിയിട്ട് അച്ഛൻ പറയുന്നു, ഞാൻ എന്താണ് പറഞ്ഞതെന്ന്? ഇല്ല അച്ഛ, ഒന്നും പറഞ്ഞില്ല എന്ന് അവൾ പറയുന്നു. സാൾട്ട് എടുത്ത് അച്ഛന് കൊടുത്തിട്ട് പറയുന്നു, ഒന്നും പറഞ്ഞില്ല അച്ഛ. പെട്ടെന്ന് പുറത്ത് നല്ല മഴ പെയ്യുന്നു. അമ്മ, ഈ പൊട്ടറ്റോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ടേസ്റ്റ് അമേസിങ് എന്ന് അവൾ പറയുന്നു. അമ്മ പെട്ടെന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നു, എല്ലാം നശിച്ചുപോയി. ആഞ്ചല പറയുന്നു, ഇല്ല അമ്മ, എല്ലാം ഓക്കെയാണ്, ഇതൊരു വലിയ വിഷയമല്ല, ഞാൻ ഡിന്നറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നു. അമ്മ ഉച്ചത്തിൽ കരയുന്നുമുണ്ട്. വിഷയത്തിൽ നിന്ന് മാറാനായി അവൾ അച്ഛനോട്, ജോലിയെല്ലാം എങ്ങനെ പോകുന്നു അച്ഛ? അത് നന്നായി നീ ചോദിച്ചതെന്ന് ഡാഡി പറയുന്നു. അച്ഛൻ പറയുന്നു. പെട്ടെന്ന് അച്ഛൻ്റെ മുഖം പ്ലേറ്റിൽ അടിക്കുന്നതായാണ് കാണിക്കുന്നത്. മുഖത്തെ മുറിവ് ഉണ്ടായി രക്തം വാർന്നൊഴുകുന്നു. അവൾ പെട്ടെന്ന് ഭയക്കുന്നു. മുഖം മുറിഞ്ഞെങ്കിലും അച്ഛൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നു,
നീ എന്തിനാണ് കഴിഞ്ഞ ആഴ്ച വരാതെ ക്യാൻസൽ ചെയ്തത് എന്ന് അഞ്ജലയ്ക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ലായിരുന്നു. നീ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയൂ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നു. ഞാൻ തയ്യാറായിരുന്നില്ല എന്ന് അവൾ പറയുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നു, അതിനും മുന്നത്തെ ആഴ്ച എന്തുകൊണ്ട് നീ വന്നില്ല? അപ്പോൾ നീ എവിടെയായിരുന്നു? നോക്കൂ അമ്മേ, എനിക്ക് പറയാൻ സമയം തരൂ. അപ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ, അതിനും മുന്നത്തെ ആഴ്ച നീ എന്തുകൊണ്ട് വന്നില്ല? അവൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത ചോദ്യം അമ്മയുടേത്, നീ എന്തുകൊണ്ട് ശവസംസ്കാരത്തിന് വന്നില്ല? എന്നോട് ക്ഷമിക്കൂ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവൾ കരയാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഈ സമയത്തെക്കുറിച്ച് സന്തോഷിക്കൂ. സാധാരണ കുടുംബത്തെ പോലെ നമ്മൾക്ക് സന്തോഷിക്കാം. അച്ഛൻ പിന്നെയും അവളെ ലോറ എന്ന് വിളിക്കുന്നു. ഞാൻ അഞ്ജല ആണ് എന്നും എന്തിന് എന്നെ ലോറ എന്ന് വിളിക്കുന്നു എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, ഞങ്ങൾക്ക് നോർമൽ അവസ്ഥയിലേക്ക് തിരികെ പോകാൻ കഴിയില്ല. നീ ചെയ്ത കാര്യങ്ങൾക്ക് ശേഷം നീ ചെയ്തത് എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് അവൾ പറയുന്നു. അത് ഞങ്ങൾക്കറിയാം. എന്നാൽ ആ റോഡിൽ നിങ്ങൾ ഇത്തിരി കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്ന് അവർ പറയുന്നു. ഞങ്ങൾ ഒരിക്കൽ ഈ റോസ്റ്റ് ചിക്കൻ ഡിന്നർ നീ അപ്രീഷിയേറ്റ് ചെയ്യണമായിരുന്നു ലോറ എന്ന് അമ്മ പറയുന്നു. നീ അവൾക്ക് പകരം മരിക്കണമായിരുന്നു എന്ന് അമ്മ പറയുന്നു. അവൾ പെട്ടെന്ന് ഷോക്കായി. എന്താണ് നിങ്ങൾ പറയുന്നത് അച്ഛൻ? എന്തുകൊണ്ടെന്നാൽ ഇത് അവളുടെ ഇഷ്ടഭക്ഷണമായിരുന്നു, നിന്റെ അല്ല എന്ന് അഞ്ജലയോട് പറയുന്നു. നീ എന്തിനിവിടെ വന്നു എന്ന് അമ്മ പറയുന്നു. അവൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അഞ്ജല പറയുന്നു, ഞാൻ എല്ലാം പഴയതുപോലെ ആവാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല എന്ന് അച്ഛൻ പറയുന്നു. നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു. അഞ്ജല, നമ്മൾ അത് മറക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അമ്മയോട് പറയുന്നു. അത് കേട്ട അമ്മ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും പ്രതികാരദാഹിയെപ്പോലെ ചിരിക്കുന്നു. അഞ്ജല കരയാൻ തുടങ്ങി. അവളുടെ തലയിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. അവൾ ഭയന്ന് അവിടെ നിന്ന് എണീറ്റ് ചുവരിൽ നോക്കുമ്പോൾ അന്നത്തെ ആക്സിഡൻ്റായ വണ്ടിയുടെ ഫോട്ടോ ചുമരിൽ കാണുന്നു. കൂട്ടത്തിൽ അവൾ ആദ്യം കണ്ട സിസ്റ്ററുടെ ഫോട്ടോയും. ഇവർ ഇരട്ട സഹോദരിമാരായിരുന്നു. അച്ഛൻ കുപ്പിയെടുത്ത് അവളുടെ തലയ്ക്കടിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അവൾ നിലത്ത് വീഴുന്നു. അവിടെ നിന്ന് പിന്നെയും എണീറ്റ് ഓടാൻ ശ്രമിക്കുമ്പോൾ കാർ ക്രാഷാവുന്ന ഒരു ശബ്ദമാണ് കാണിക്കുന്നത്. പിന്നീട് കാറിനുള്ളിൽ അവളും സഹോദരിയും ആക്സിഡൻ്റായി കിടക്കുന്നതാണ് കാണിക്കുന്നത്. ശ്വാസം വലിക്കാൻ അവർ നന്നായി ബുദ്ധിമുട്ടുന്നു. എന്ത് സംഭവിച്ചു എന്ന് ആഞ്ജല ലോറയോട് ചോദിക്കുന്നു. ലോറ ആഞ്ജലയെ വിളിക്കുന്നു. എനിക്ക് വേദനിക്കുന്നു എന്ന് ലോറ ആഞ്ജലയോട് പറയുന്നു. ആഞ്ജല ലോറയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തതെന്ന്. പെട്ടെന്ന് ലോറ ആഞ്ജലയുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. എന്നിട്ട് ആഞ്ജലയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആഞ്ജല ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നു. സർവശക്തിയും എടുത്ത് ലോറയെ അവൾ തട്ടിമാറ്റി അവളുടെ മേലെ ഇരിക്കുന്നു. എന്നിട്ട് അവിടെ കിടന്ന ഗ്ലാസ് എടുത്ത് ലോറയെ ആഞ്ജല കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ ലോറ പാവത്തെ പോലെ പറയുന്നു, ആഞ്ജല, എനിക്ക് വീട്ടിൽ പോകണം. എന്നാൽ ആഞ്ജല പറയുന്നു, ഇല്ല, നിനക്കിനി പോകാൻ കഴിയില്ല, കാരണം ലോറ മരിച്ചു കഴിഞ്ഞു. പിന്നെയും ലോറ കരയുന്നു. എന്നാൽ തൻ്റെ ജീവന് ഭയന്ന് ലോറയെ ആഞ്ജല കൊല്ലുന്നു. എന്നിട്ട് ആഞ്ജല നിർത്താതെ കരയുന്നുണ്ട്. അങ്ങനെ ലോറയുടെ ആത്മാവ് വീട്ടിലേക്കൊന്നും പോകുന്നതായാണ് കാണിക്കുന്നത്. വീട്ടിലെത്തിയ അവൾ അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്തായി ഇരിക്കുന്നു. എന്നാൽ പിന്നീട് ആഞ്ജലയാണ് കാണിക്കുന്നു. ആഞ്ജല ആ ടേബിളിൽ ഇരിക്കുന്നതായാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് ആഞ്ജലയോട്, നീ ഓക്കെ അല്ലേ മോളെ എന്ന്. യെസ് അച്ഛ എന്ന് പറഞ്ഞ് അവൾ കഴിക്കുന്നു. ഇതെല്ലാം ആഞ്ജല അവിടെ ഇരുന്നു ചിന്തിച്ചതായിരുന്നു. അച്ഛനും അമ്മയും താൻ ലോറയെ കൊന്നതാണെന്ന് അറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കഥ അവിടെ വെച്ച് അവസാനിക്കുന്നു.